ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ വെജിറ്റബിൾ കുറുമ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റുമാണ്, കൂടാതെ നല്ല ഹെൽത്തിയും ആണ്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കണം. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3/4 കപ്പ് കോളിഫ്ലവർ അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് അരിഞ്ഞത്, 3/4 കപ്പ് ഫ്രഞ്ച് ബീൻസ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചക്കറികളെല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ ഞാനിവിടെ 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് സെപ്പറേറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. സാധാരണ പച്ചക്കറി വേവുന്നതിനേക്കാളും അതിന് വേവ് കൂടുതലായിരിക്കും. അപ്പോൾ 2-3 വിസിലൊക്കെ വേണ്ടി വരും. അപ്പോൾ സെപ്പറേറ്റ് വേവിച്ചതിന് ശേഷം ചേർത്താൽ മതി. ഇനി പച്ചക്കറികളെല്ലാം വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പച്ചക്കറി നകന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ മീഡിയം തീയിൽ വേവിച്ചെടുക്കാം. കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അല്ലാതെ വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഇപ്പോൾ പച്ചക്കറികളൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/3 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. 2 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 8 അണ്ടിപ്പരിപ്പ് കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഒരു പാൻ ചൂടാക്കി എടുക്കുക. പാൻ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് വേവിച്ചെടുത്തപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. സവാള ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. തീ ഒന്ന് കുറച്ചിടുക. ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരണം. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങണം. അപ്പോൾ അതാ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ യോഗർട്ട് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പുളിക്ക് വേണ്ടിയിട്ടാണ് തൈര് ചേർത്തത്. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് വ്യത്യാസം വരുത്താം. ഇപ്പോൾ തൈര് ഇല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്താലും മതി. 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 നുള്ളു പഞ്ചസാര. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഇതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റുള്ള കുറുമയാണ്, നല്ല ഹെൽത്തിയുമാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനും ഫ്രൈഡ് റൈസിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.